ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാണ്. ഫ്രണ്ടല്ല, ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ 4 പേരായിരുന്നു കേട്ടോ കൂട്ടുകാർ. ലാസ്റ്റ് വന്നപ്പോൾ ഞങ്ങളൊരു 4 പേരായി, ഭയങ്കര കട്ട കമ്പനി. അപ്പോൾ അതിലൊരാൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളെ കാണാനായിട്ട് ഞങ്ങൾ പോവാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സോ ഫ്രൂട്ട്സോ ഒക്കെ മേടിച്ചുകൊണ്ട് ഒന്ന് കാണാനായിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അതൊന്ന് എനിക്ക് ബ്ലോഗ് ആക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വഴി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടാലോ. അങ്ങനെ റെഡിയായി. അപ്പോൾ എൻ്റെ കൂടെ നന്ദിനിയമ്മയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനിയമ്മ വരുന്നത് എൻ്റെ കൂടെയല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങുന്നതേ ഉള്ളൂ ഒന്നിച്ച്. നന്ദിനിയമ്മ വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്, ഞാനും വേറെ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഇറങ്ങിയേക്കാന്ന് ഓർത്ത് ഒന്നിച്ചിറങ്ങി നടന്ന് വരികയാണ് കേട്ടോ. ഓരോ വർത്താനമൊക്കെ പറഞ്ഞാണ് നടന്ന് വരുന്നത്. അമ്മേനെ ഇനി ബസ് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് കോട്ടയത്തിന് ബസ് കയറാനായിട്ട്. അപ്പോൾ അമ്മ ബസ് കയറിപ്പോയി. അപ്പോൾ ഞാൻ കോട്ടയത്തിന് ബസ് കയറാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് എനിക്ക് ബസ് കിട്ടിയതേ ഞാൻ കോട്ടയം എത്തി കേട്ടോ. അങ്ങനെ ഞാൻ അമൃതനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിവിടെ സ്റ്റാൻഡിൽ നിൽക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവൾക്ക് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളും എത്തി, ഞാനും എത്തി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. അവൾ ഭയങ്കര ചിരിയായിരുന്നു. ഫോൺ ഓണാക്കുമ്പോഴേ അവൾ ചിരി തുടങ്ങുമായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ച്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും മേടിക്കണ്ടേന്ന് ഓർത്ത് ഫ്രൂട്ട്സ് മേടിച്ചാണ്. ഫ്രൂട്ട്സ് മേടിച്ചപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതിയെന്നും പറഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു നിന്നിട്ട് ആ ചെറുക്കനെ ഇടിച്ച് വീഴ്ത്താനായിട്ട് പോയി. അപ്പോൾ ഞാൻ കോട്ടയം റൗണ്ടാനയുടെ നടുക്കാണ്. അപ്പോൾ പണിയൊന്നും ആയിട്ടൊന്നുമില്ല അതിൻ്റെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൾക്ക് ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാഗ് മേടിക്കാനായിട്ട് ഒരു കടയിലോട്ടൊക്കെ കയറി ചെന്നിട്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ കുറേ നോക്കിയിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല വില കാരണം ഞങ്ങളൊന്നും മേടിക്കാനായിട്ട് പോയില്ല. പിന്നെ നേരെ ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ വന്ന് ബസ് കയറാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ മേടിച്ച സാധനമൊക്കെ കയ്യിലുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവളവളുടെ കെട്ടിയവനെ വിളിക്കുന്നു. ഞാനും എൻ്റെ കെട്ടിയവനെ വിളിച്ച് ഞങ്ങൾ വണ്ടിക്ക് ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുകയാണ്. കോളേജിൽ പോയത്, ഞങ്ങൾ ജോലിക്ക് പോയ കാര്യങ്ങൾ, അതൊക്കെ ഇരുന്ന് പറയുകയാണ്. പഴയ ഓർമ്മ വരുന്നെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വലിയ സാധനമൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാം. അതെ ഇനി അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ നടന്നത് അവളുടെ വീടിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് കാണിച്ചത്, ദൂരെ നിന്ന് കാണിച്ചത് അവളുടെ പഴയ വീടാണ്. അവരിവിടെ വെള്ളം കയറുന്നതുകൊണ്ട് ഇങ്ങോട്ട് മാറി താമസിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ നീല പടുത കെട്ടിയതാണ് അവളുടെ വീട്. ആദ്യമേ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ പുള്ളിക്കാരി ഒന്ന് ഒതുങ്ങിപ്പോയതാണ്. പിന്നീട് രണ്ടാമത് കയറി വരുന്നതാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളെ വരവേൽക്കാനായിട്ട് ഞങ്ങളുടെ അമിത സണ്ണി ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരും അമിത ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അവളുടെ ആങ്ങള നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേടിച്ച ഫ്രൂട്ട്സൊക്കെ അവളുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അമൃത മേടിച്ചു കൊടുത്ത കോഡ് സെറ്റാണ് അവളുടെ കല്യാണത്തിന്. ഇതുവരെ ദേഹത്തുനിന്ന് ഊരിയില്ലേ എന്നുള്ളതാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ കാണുമ്പോൾ അല്ലേ ഈ കോഡ് സെറ്റ് ഇട്ടാണ് അവളെ കാണാറുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവളുടെ അമ്മ മാങ്ങയൊക്കെ മുറിച്ച് കൊണ്ട് തന്നെ കേട്ടോ. ഞങ്ങളതൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പം ഞങ്ങളുടെ 4-മനെത്തി. അപ്പോൾ അവൾ എവിടേക്ക് പോയിട്ട് വന്നിട്ട് എടി ഞാൻ താമസിച്ചെത്തും വലിയ നേരത്തെ എത്തും എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റിൽ ആളെത്തി കേട്ടോ. അപ്പോൾ എവിടെ നിന്ന് ഭയങ്കര ചിരിയാണ്. ക്യാമറ ഓണാക്കിയപ്പോൾ തൊട്ട് ചിരിക്കുകയാണ്. എടി എന്നെ കാണാൻ പറ്റുമോടി, വെട്ടം ഉണ്ടോടി എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അഖിലയിലെ പാസ് ചെയ്തു പോവും, അവളെ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കുഞ്ഞിനെ പറ്റിയും ഓരോ കാര്യങ്ങളും അവൾക്കിപ്പോൾ എന്തൊക്കെ തോന്നുന്നു അതെല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ അറിയുമായിരുന്നു. കുറേ നേരം ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയും തമാശ പറയുകയും ചെയ്തു കേട്ടോ. അന്ന് പോയൊരു ദിവസം ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ പഴയ ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് വന്ന പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നായി വർത്താനം പറഞ്ഞില്ല. ഒത്തിരി നേരം ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്ത് ആ കോളേജ് സമയത്ത് കാണിച്ച എല്ലാ മണ്ടത്തരങ്ങളും ഇപ്പോഴും 4ൻ്റെയും കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ആരും കല്യാണം കഴിച്ചൊന്നും പറഞ്ഞ് ആരും വലിയ പക്വതയൊന്നും വെച്ചിട്ടില്ല. ഇതിൽ കല്യാണം കഴിക്കാത്ത ഒരാളതേ അഖിലയാണ് കേട്ടോ. കല്യാണാലോചനയൊക്കെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ കെട്ടാത്തത് ഇനി അവൾ മാത്രമേ ഉള്ളൂ. ഇനി അവളുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അതിനുവേണ്ടി ഇനി എല്ലാവരും ഉടുത്തൊരുങ്ങി സാരി കൊടുത്തൊരുങ്ങി വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണ്ടത്തരങ്ങൾ പറയും, അതിനനുസരിച്ച് ഒരാൾ ഏറ്റുപിടിക്കും, പിന്നീട് അത് പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. അതൊക്കെയായിരുന്നു ഓരോ കാര്യങ്ങൾ. പിന്നെ അമിതേൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും കേട്ടോ. ഇപ്പം നിനക്ക് എങ്ങനെ തോന്നുന്നു, പേടിയുണ്ടോ? അപ്പോൾ അവൾക്ക് ഡേറ്റ് എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചോദിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ വരും. അപ്പോൾ അതിൻ്റെ കൂടെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അവൾക്ക് ബേബിക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഇങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആ സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ കാണിച്ചു തരുമായിരുന്നു കേട്ടോ.
കുഞ്ഞിന് വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ അവൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ മേടിച്ചതൊക്കെ. ഇതെന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്ത് കേട്ടോ. ഓരോ മണ്ടത്തരങ്ങൾ അഖില മിനിറ്റിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചിരിക്കാൻ ഒരുപാട് വകകളുണ്ടായിരുന്നു. അവളെയായിരുന്നു ഞങ്ങൾ കൂടുതലും ഇട്ട് വാരിക്കൊണ്ടിരുന്നത് കേട്ടോ. ഓരോ മണ്ടത്തരങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ ഒടുവിൽ ലാസ്റ്റ് ചോറ് വിളമ്പി കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചോറൊക്കെ കൊണ്ട് വിളമ്പി ഇങ്ങനെ വെച്ച്, അപ്പോൾ ഇവിടെ വരുമ്പോൾ അഖില അറിഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കാണുന്നവർക്ക് തോന്നിക്കാണോ അയ്യോ ഉള്ള വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഒരിക്കലും അല്ല. ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പുള്ളിക്കാരി കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട്. ഇനി ഇതെങ്കിലും കണ്ടിട്ട് എന്നെ നല്ല കുടുംബത്തിൽ നിന്ന് എനിക്ക് നല്ല വിവാഹാലോചനകൾ വരട്ടെ എന്നത് അവളുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ അവരെല്ലാം കൊണ്ട് വിളമ്പി വെച്ചിട്ട് പോയി. ഞാനും അവളും കൂടി ഇരുന്ന് തന്നെ വാരി തിന്നാന്ന് വിചാരിച്ച്. ആരും വിളമ്പി തരാനൊന്നും വന്നില്ല. എന്തായാലും അങ്ങനെയൊന്നും നോക്കണ്ട, നീ കഴിച്ചോ, ഞാനും കഴിക്കാൻ പോകുമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ അവളുമാർ ചോറൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ചോറൊക്കെ ആയിട്ട് വന്നിരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാ അമ്മമാരും ലാസ്റ്റ് മറന്നു പോകുന്നൊരു സാധനം ഉണ്ടല്ലോ, പപ്പടം വന്നത്. അങ്ങനെ പപ്പടം വന്ന് അതിൻ്റെ കോമഡിയും പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ അവളുടെ അമ്മ തന്നത്. ഒരുപാട് കറികളുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കരിമീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ അച്ചാറൊക്കെ ഇട്ടതുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇവളുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് കഴിച്ചപ്പോഴും ഞാൻ പറയുകയും ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് കഴിച്ചൊക്കെ ഏകദേശം കഴിയാറായി. ഞങ്ങൾ അഖില കഴിച്ച് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അത് പിന്നെ പയ്യെ സാവധാനം എടുത്ത് കഴിച്ചേ വരത്തുള്ളൂ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരുക്കമാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, അഖിലയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അമൃത ഇങ്ങനെ വയറെ തടവിയൊക്കെ നിൽക്കുകയാണ് കുഞ്ഞിൻ്റെ അനക്കം കേൾക്കാൻ വേണ്ടി. അങ്ങനെ പോകാൻ നേരത്തെ ഇവിടെ അവളുടെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനി അവളുടെ വീട്ടിലോട്ട് പോവാണ്, അഖിലയുടെ വീട്ടിലോട്ട്. അപ്പോൾ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളവിടെ ഇല്ലായിരുന്നു, ജോലിക്ക് പോയേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പയ്യെ നടന്ന് വഴി കൂടെ വർത്താനൊക്കെ പറഞ്ഞ് നടന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നടന്ന് പോകുമ്പോൾ ഞാനടുത്ത് വീഡിയോസാണ്. അപ്പോൾ ഒരുപാട് ചിരിച്ച് ഞങ്ങൾ പഴയ കോളേജ് ലൈഫിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പഴയ ആ ഒരു കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്ക് ആ കോളേജ് ലൈഫ് തിരിച്ചു കിട്ടിയ പോലെ ഫീൽ ചെയ്തു. അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്ന് പോവുകയാണ്. അപ്പോൾ അവളുടെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ വഴിക്കുള്ള ഒരു ചെറിയ ഒരു തോട് പോലത്തെ കണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരികയാണ്, പണ്ട് ഇവളുടെ വീട്ടിൽ പോയതാണ് കേട്ടോ. എത്തുന്നില്ലെന്ന് പറഞ്ഞ് നടന്ന് വീടിൻ്റെ എത്തി കേട്ടോ. പണ്ട് വന്നത്തെ പോലല്ല, വീട് ഒരുപാട് അവർ പുതുക്കി പണിത്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ തിണ്ണയൊക്കെ കാണാനായിട്ട് കേട്ടോ. ഞങ്ങളത് പറയുകയും ചെയ്തു. നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അമിതയുടെ അമ്മ പറഞ്ഞായിരുന്നു, അഖിലയുടെ വീടിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇപ്പോൾ പഴയ പോലെയല്ല, നല്ല അടിപൊളിയാക്കി അവർ ഇട്ടിട്ടുണ്ട്, തിണ്ണയൊക്കെയാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവൾ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് ടാങ്കൊക്കെ കലക്കി തന്നു. അപ്പോൾ അത് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അഖില ആരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ക്യാമറ ഓൺ ആക്കുന്നതുകൊണ്ട് പുള്ളിക്കാരി ആ കുറ്റം ചിരി രീതിയിലാക്കി സംസാരിച്ചാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്ന് ഞങ്ങൾ പൊടിച്ചിരിയായിരുന്നു കേട്ടോ. കുറേ ചിരിച്ച്, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഹാളിൽ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചു, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം കുറേ റാൻഡമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുത്തു കേട്ടോ. റീലെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതൊക്കെ കാണുന്നത്. കുറേ ടേക്കിനൊക്കെ ഒടുവിലാണ് ഒരു റീൽ ഒത്തു വന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾ നേരത്തെ ഇട്ടതായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടക്കാതൊക്കെ പോയി. പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങ് നടന്നതാണ് ഒരു ഒത്തുകൂടൽ കേട്ടോ. അതുകൊണ്ട് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്ന്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അഖിലയുടെ അമ്മ വന്നു കേട്ടോ. വന്ന ഉടനെ ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് തന്നു കേട്ടോ. ആൾ ഭയങ്കര രസീത്തിയാണ്, ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും നിൽക്കും കേട്ടോ. ഭയങ്കര ചിരിയായിരുന്നു ആളുടെ പ്രത്യേകത, എടുത്ത് പറഞ്ഞ ചിരിയാണ്. എല്ലാത്തിനും കൂട്ടുകൂടി നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത്. ഇനി ഒരു ഹായ് തന്നോ? ഹായ്. എത്ര ആക്റ്റീവായിട്ടുള്ളതാണ് കണ്ട. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോയ്ക്ക് ഇത്ര ആക്റ്റീവായിട്ട് ഒരുത്തരെ ഹായ് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും നിൽക്കും കേട്ടോ. ഞങ്ങളോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്, സുഖമാണോ, എങ്ങനെ ഇരിക്കുന്നു, ഹാപ്പി ആയിട്ടാണോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചൊക്കെ അറിഞ്ഞു കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അമ്മയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച്. അപ്പം ഞങ്ങളിതേ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മയോട് യാത്ര പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടാറ്റ തരാൻ പറഞ്ഞതിന് ടാറ്റയൊക്കെ തരുന്നുണ്ട്.
അഖില പറയുന്നുണ്ട് അമ്മയെ മര്യാദയ്ക്ക് നിന്നോ അല്ലെങ്കിൽ അവൾ വൈറലാക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ദേ ഞങ്ങൾ അമ്മയോട് യാത്ര പറഞ്ഞ് അവളുമാരോടും യാത്ര പറഞ്ഞ് ഞാനും അമൃത ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളെ ബസ് സ്റ്റോപ്പ് വരെ അവർ കൊണ്ടുപോയി വിടും. അവിടുന്ന് ശേഷം അമിതേനെ വീട്ടിലോട്ട് അഖില കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ നടന്നു പോവുകയാണ്. അപ്പോൾ ഇനി എന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കാണുന്നതെന്ന് അറിയത്തില്ല. കാരണം എല്ലാവരും ബിസിയാണ് അവരവരുടെ ലൈഫിൽ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ദേ ബസ്സിൽ കയറി പോവുകയാണ്. ഞാൻ അവളോട് ചോദിക്കുവാണ് നമ്മളിനി എന്നാ കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ എന്നാൽ വൈൻഡപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി ഞങ്ങൾ 4 പേരും കൂടെ ഒത്തുകൂടിയതാണ്. അപ്പോൾ ഒരുപാട് ചിരിച്ചു, ഒരുപാട് തമാശകൾ പറഞ്ഞ് റീലെടുത്ത് ഫോട്ടോസ് എടുത്തു, എല്ലാവരെയും കണ്ടു. അപ്പോൾ ഒരു നല്ല ദിവസമായിരുന്നു ഇന്നത്തെ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഒരു വ്ളോഗാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.